ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റിയാക്ഷനാണ് കങ്കുവ സിനിമയുടെ ഒഫീഷ്യൽ സിസിൽ ടീസർ ഇന്നലെ വന്നു. ഞെട്ടിച്ചോന്നോ? ഇന്നലെ എത്ര കണ്ടിട്ടും അത് കൊതി തീരുന്നില്ല. വീണ്ടും ഇരുന്ന് കാണാൻ തോന്നിക്കൊണ്ടിരിക്കുക. കൊടൂര് സാധനമായിട്ട് ഭീകരം. ഇത് ഒരു കമന്റ് കണ്ടു, അതായത് ഇത് ആകെ ഒരു 2-3 സീനിൽ തീരും, നിങ്ങളിങ്ങനെ ഹൈപ്പ് കൊടുക്കണ്ടെന്നുള്ള രീതിയിൽ. സത്യം പറയട്ടെ, ആ ഒരു 51 സെക്കൻഡ് വീഡിയോ ഉണ്ടല്ലോ, അത് മതി സിനിമയിൽ എന്തൊക്കെയുണ്ട് ഏതാണ്ട് മനസ്സിലാക്കാൻ. തീർച്ചയായിട്ടും അത് നമ്മളെ ടീച്ചറിന്റെ റിയാക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ സാധനമാണ്. അതായത് ഈ സിനിമ എന്താണെന്നുള്ളത് ഇനി അറിയാനുള്ളത് ന്യൂ വേർഷൻ, അതിനെക്കുറിച്ച് അതിനകത്ത് കാണിച്ചിട്ടേ ഇല്ല. അപ്പം ആ ടീസർ അത്രയും മാത്രമൊന്നും അല്ല സിനിമ എന്നുള്ളതാണ്. ബാക്കി മറ്റൊരു വേർഷൻ തന്നെ വരാനുണ്ട്, പുതിയ ആ ലുക്കിലുള്ളത്. ഗോവയിലൊക്കെ ഷൂട്ട് ചെയ്ത കുറച്ച് രംഗങ്ങൾ. എന്തായാലും അത് ഇതിൽ ഈ ഒരു പീരിയോഡിക് കാലഘട്ടം ഉണ്ടല്ലോ, അതിനേക്കാൾ കൂടുകയോ കുറയോ എന്നുള്ളത് മാത്രം നോക്കിയാൽ മതി. എന്തായാലും സംഭവ ബഹുലാവും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. കാരണം അമ്മാതിരി ബ്രഹ്മാണ്ഡ സാധനമാണ് കിട്ടിയത്. വേണമെങ്കിൽ ബാഹുബലിയുടെ തന്ത എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ചെയ്ത് വെച്ചിരിക്കുന്നത് വെച്ചിട്ട് നമ്മൾ ആ ടീസറിൽ കാണുമ്പോൾ ഒരു ഭീകര ഐറ്റം തന്നെയാണ്. ഇവർ പിടിച്ചിരിക്കുന്ന ഓരോ സംഭവങ്ങളും, അതായത് 2 രീതിയിലുള്ള കുലം, 2 ഡിഫറെന്റ് ആയിട്ടുള്ള കളർ ഗ്രേഡിംഗ് ആണ്. ഇവരുടെ ജീവിതം എന്താണെന്നോ, ഇവരുടെ ജീവിത രീതികൾ എങ്ങനെയാണെന്നോ, ഇതൊക്കെയാണ് നമ്മൾ കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന സാധനങ്ങൾ. അതിനകത്ത് ഇവർ തമ്മിലുള്ള ശത്രുതയും എല്ലാം കൂടി വരുമ്പോൾ വേറെ ലെവലായിരിക്കും. പിന്നെ അതിന്റെ എല്ലാം, അതായത് എഡിറ്റിംഗ് ആയാലും സിനിമറ്റോഗ്രാഫി ആയാലും പിന്നെ BGM സൂപ്പറാണ്. പക്ഷേ അതായത് ഈ ടീസറിന് വെച്ച് നോക്കുമ്പോൾ എല്ലാം മികച്ചു നിൽക്കുമ്പോൾ നിലവാരത്തിൽ എല്ലാത്തിനും താഴെ നിൽക്കുന്നത് BGM ആണെന്നുള്ളൂ. എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. ആ കങ്ക എന്നുള്ള സാധനം മാത്രം മതി അതിന്റെ ഹൈപ്പ് എവിടെ എത്താൻ അറിയാം. ഹൈപ്പ് എന്നല്ല, അതിന്റെ ഒരു പവർ കിട്ടാൻ. എന്തായാലും നമ്മളിപ്പോ കണ്ടത് 52 സെക്കൻഡ് ആണല്ലോ. ഇത് ശരിക്കും വിശദീകരിച്ച് കാണേണ്ട ഒരു മുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സ്ലോ മോഷനിൽ കാണാൻ പോകണം. സ്ലോ മോഷനിൽ കണ്ടാൽ പലതും കാണാൻ പറ്റും. ഒരു 3.5 മിനിറ്റോളം ഉണ്ട് കേട്ടോ വീഡിയോ. അപ്പൊ നമുക്കൊന്ന് കണ്ടുപോകാം. സൈലന്റ് ആയിട്ട് ഇരുന്ന് കണ്ടുപോകാം. സൈലന്റ് ആവും സംശയമാണ്, നോക്കാം. അതെങ്ങനെയാണെങ്കിലും വൈലന്റ് ആയിട്ട് വരുള്ളൂ, എത്ര സൈലന്റ് ആകാൻ നോക്കിയാലും. അതെ, ഇതിന്റെ BGM കാര്യങ്ങളൊക്കെ പ്രശ്നം ഉണ്ടാവും. കാരണം നമ്മളിത് വലിച്ചു നീട്ടിയതാണ്, മാറ്റിയതാണല്ലോ. ഓക്കെ, കങ്കുവ വേൾഡ് അല്ലേ? ഇത് പൊളി സാധനം. ഇത് സൂര്യയുടെ ടീം ഉണ്ടല്ലോ, അതാണ്. ഇതൊക്കെ അതിൽ പെടും അല്ലേ? ബ്ലൂ കളർ ഒക്കെ വരുന്നത്. ഇത് അവിടെ ബോബി ഡിയോൾ, അതിന്റെ ആ മരം തന്നെ കണ്ടോ? മാനിന്റെ കൊമ്പ് പോലെയാണ് ആ മരം തന്നെ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്റെ അമ്മ നോക്ക്. ഇതും അവിടെ രുദ്രനല്ലേ? രുദ്രൻ. ഇത് കങ്കുവ. ഇത് നോക്ക്, ഇത് വേറെ ടീമാട്ടോ. കാരണം ബ്ലൂ കളർ ഡ്രസ്സാണ് ഈ കൊണ്ടുവന്ന് ഇടുന്ന ആൾക്കാരുടെ ഡ്രസ്സ്. അത് വേറെ ടീമായിരിക്കും. ഈ 2 ടീമും അല്ലാതെ വേറെ ടീമായിരിക്കും. യജാതി VFX ആണ് ഇതൊക്കെ. കടലൊക്കെ ചെയ്തിരിക്കുന്നത് സൂപ്പറാ. എൻ്റെ അമ്മ, ഇതൊക്കെ മറ്റേ അതെ യെല്ലോ, ഓറഞ്ച്, റെഡ്. ഇത് മൊത്തം ബോബി ഡിയോൾ. ആനക്കൊമ്പാണുള്ളത്. ഏഴാമറിവൊക്കെ ഉണ്ടല്ലോ. വലിയൊരു മരത്തടിയൊക്കെ പിടിച്ച് അടിക്കുന്നതൊക്കെ അത് ഏഴാമറിവിലെ അതേ സാധനം തന്നെയാണ്. റൂത്ത്ലെസ്. മോനെ, ഇതൊരു ഒന്നര സാധനം കേട്ടോ. വീട്ടിലും വർക്കാട്ടത്. എന്തായിരിക്കും സീന്? പൊളി സാധനം. ഇതുണ്ടോ മാന്റെ തല വെച്ചിട്ടല്ലേ? പൊളി. ഡയറക്ടർ ശിവ.
അങ്ങേരിതിലേ പൂന്ത് വിളയാടൂലേ? ഓ എന്റെ മോനെ, അത് കിട്ടേണ്ട സാധനം തന്നെയാണ് ആളായി കിട്ടിയേക്കുന്നത്. അതെ, തിരിഞ്ഞു നോക്കേണ്ടി വരില്ല. റെസ്റ്റ് ഓഫ് ഇന്ത്യ സെറ്റാട്ടോ. കല്ലൊക്കെ ഉരുണ്ട് വരും. ഇതൊക്കെ എന്താ സെറ്റ്, സൂപ്പർ. പെരുമാച്ചി, അതെന്താ സാധനം? അതാ പറഞ്ഞ ദൈവമായിരിക്കും, അങ്ങനെ എന്തെങ്കിലും സംഭവമായിരിക്കും. കങ്കോന്ന് എഴുതിയിരിക്കുന്ന രീതി ഉണ്ടല്ലോ ഇതില്. ഏതാ സാധനല്ലേ? ശിവാൻ ടീം നിങ്ങള് പൊളിയാണ്. നമ്മുടെ ഫേവറേറ്റ് സാധനം ഇത് എന്താ കങ്കുവയുടെ ഏരിയയിൽ വന്നിട്ട് കാണുന്ന സാധനമാണ് അല്ലേ? അവിടെ നടക്കുന്ന ഇതാന്ന് തോന്നുന്നു. മഞ്ഞൊക്കെ ഉണ്ട്. അതെ, കാലഘട്ടം പലതുണ്ട് കേട്ടോ മോനെ. ഇത് മറ്റേ സ്പീഡിൽ കണ്ടുപോകുമ്പോൾ നമുക്ക് ഓരോ ഷോട്ടുകളും ഭീകര സാധനങ്ങളായിരുന്നു. അല്ല, ഭീകര സാധനമായിട്ട് നമുക്ക് പെട്ടെന്ന് കിട്ടുകയല്ല. പക്ഷെ ഇത് സ്ലോ ആക്കി കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് ഓരോന്ന് ഇങ്ങനെ എടുത്തു വെച്ച് കാണണം. എന്താ സാധനല്ലേ ഇതിൽ ശരിക്ക്. അതായത് 2 ടീമാണല്ലോ, 2 കുലത്തിലുള്ള 2 ടീമുകൾ. അവിടെ രാജാവായിട്ട് ഒരാൾ, ഇവിടെ രാജാവായിട്ട് ഒരാൾ. അതായത് ഇവിടെ നമ്മുടെ സൂര്യ, അവിടെ നമ്മുടെ ബോബി ഡിയോൾ. അപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന കളർ ഗ്രേഡിങ് വെച്ചിട്ട്, അതായത് സൂര്യ ആ ഒരു ഏരിയയിൽ എത്തുന്നതായിട്ട് ഒരു ഷോട്ട് കാണുന്നു, ഒറ്റ ഒന്നല്ലേ ഉള്ളൂ. പിന്നെ ബോബി ഡിയോളിന്റെ ക്യാരക്ടർ ഇവിടെ വന്നിട്ട് ഫേസ് ടു ഫേസ് മീറ്റ് ചെയ്യുന്നത് ഇവിടെയാണെന്നുള്ളത് തോന്നുന്നത് ആ കളർ ഗ്രേഡ് വെച്ചിട്ടാണ്. ബ്ലൂ കളറിന്റെ ഇത് വരുമ്പോഴാണ് അതും കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിന്റെ രണ്ടിലും പെടാത്ത ഒരു ടീമുണ്ട്. എനിക്ക് തോന്നുന്നു അത് വേറൊരു ടീമുകളായിരിക്കും, അല്ലെങ്കിൽ നോർമൽ ജനങ്ങളുണ്ടല്ലോ, അങ്ങനത്തെ സംഭവമായിരിക്കും. അതെ, മേ ബി. അതായത് ഇത് കാടാണല്ലോ, കാടല്ലാതെ നാട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു അവര് വന്നിട്ട് അല്ലേ? അതെ, അങ്ങനത്തെ ഒരു ടീമും ആയിരിക്കാം. എങ്ങനെയാന്ന് നമുക്ക് അറിഞ്ഞൂടാ. എന്താണെങ്കിലും ചെയ്തു വെച്ചിരിക്കുന്നത് അടാറ് സാധനം. ഇതിന്റെ ആരൊക്കെയോ കമന്റ് ഇട്ട് ഞാൻ കണ്ടായിരുന്നു നമ്മുടെ വീഡിയോന്റെ അടി. ഇതിനകത്ത് ഇവർക്ക് ആ റിലീസ് ഡേറ്റ് കൂടി ഒന്ന് വെക്കായിരുന്നു. അതൊരു സത്യമായിട്ട് തോന്നി കേട്ടോ. കാരണം കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അപ്പൊ ഇനിയിപ്പൊ അത് തീരുമാനമായാലും ഇതങ്ങ് ഇറക്കി വിടുന്ന, അല്ലാണ്ട് പിന്നെ എന്ത് പറയാനാ. ഇനിയാണെങ്കിൽ എന്തായാലും നടക്കില്ല. അടുത്ത മാസം ഏപ്രിലും മെയ്യിലേക്കും ഇലക്ഷന്റെ ഇത് നടക്കുന്നതുകൊണ്ട് എന്തായാലും ഉണ്ടാവില്ല റിലീസ്. ജൂൺ ജൂലൈയിലൊക്കെ തങ്കളാ പ്രതീക്ഷിച്ചാൽ മതി. ജൂണിലോ ജൂലൈയിലൊക്കെ ഇത് മിക്കവാറും ഒരു ദീപാവലി റിലീസായിട്ട് പ്രതീക്ഷിക്കാം. എന്തായാലും ഇപ്പൊ സിസിൽ ടീസർ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നത് ഇതൊന്നും ഒന്നുമല്ല, ഇനിയും വരാനുണ്ട്. അടുത്ത ടീസർ വരാനുണ്ട്, ടീസറും ഒഫീഷ്യൽ ട്രെയിലറും ഒക്കെ വരാനുണ്ടല്ലോ. എന്നല്ല അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.